ഇന്ന് സ്കൂളിൽ എൻ്റെ അവസാന ദിവസം. നാളെ മുതൽ ഞാൻ ഈ പ്രിയപ്പെട്ട സ്ഥലത്ത് ഒരു അധ്യാപകനായും പ്രധാന അധ്യാപകനായും എത്തില്ല എന്ന ചിന്ത ഹൃദയം നിറയെ വേദന പകരുന്നു. വർഷങ്ങളോളം ഈ സ്കൂൾ എൻ്റെ രണ്ടാമത്തെ വീടായിരുന്നു. കുട്ടികളുടെ ചിരികളും അവരുടെ ചെറിയ വഴക്കുകളും, രാവിലെ അസംബ്ലിയിൽ മുഴങ്ങുന്ന പ്രാർത്ഥനയും ഇവയെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. കർഷക കുടുംബമായ ഐരവീട്ടിൽ കുഞ്ഞിരാമൻ നായർ, മാധവി നെറ്റ്യാർ ദമ്പതികളുടെ 7 മക്കളിൽ 5ാമനായി കണ്ണോത്ത് തറവാട്ടിൽ 1970 മെയ് 20 ജനിച്ച ശ്രീ പ്രേമചന്ദ്രൻ കെ മാനന്തവാടി ഉപജില്ലയുടെ അനിഷേധ്യനായ നേതൃപാഠവുമുള്ള പ്രധാന അധ്യാപകൻ. നിലവിൽ പ്രധാന അധ്യാപകനായിരുന്ന സ്കൂളിൽ തന്നെ പ്രൈമറി വിദ്യാഭ്യാസം നടത്തി. വിദ്യാഭ്യാസ മേഖലകളിൽ എല്ലാം ഫസ്റ്റ് ക്ലാസ്സോടെയും 1ാം റാങ്കോടെയും പാസ്സായ അദ്ദേഹം മാവേലിക്കര ട്രെയിനിംഗ് കോളേജിൽ നിന്നും അധ്യാപന പരിശീലനവും നേടി. നീണ്ട 34 വർഷത്തെ സേവനത്തിൽ 9 വർഷക്കാലം പ്രധാനാധ്യാപകനായി ജോലി ചെയ്തു. ജോലിയിലിരിക്കെ തന്നെ പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടി. 2000 SCT പരീക്ഷ പാസ്സായി. കോളേജ് അധ്യാപകനാകണമെന്ന ആഗ്രഹം ബാക്കി നിൽക്കെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായും പ്രഥമ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചാണ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. KPPH മാനന്തവാടി ഉപജില്ലാ സെക്രട്ടറി സ്ഥാനം, വയനാട് പബ്ലിക് സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ, KPSDA സംസ്ഥാന നിർവാഹക സമിതി അംഗം, തവിഞ്ഞാൽ പഞ്ചായത്ത് PEC കൺവീനർ, വിദ്യാരംഗം ജില്ലാ എക്സിക്യൂട്ടീവ്, മാനന്തവാടി ജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. പ്രധാന അധ്യാപക ഫോറം പ്രസിദ്ധീകരിച്ച മുദ്രിതം, കാറ്റലിസ്റ്റ്, തവിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച സ്കൂൾ ചരിത്രം നവദശം എന്നിവയുടെ പത്രാധിപ സമിതി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. തൻ്റെ സ്കൂളിന് ഒരു കിണർ എന്ന സ്വപ്നം, വിദ്യാലയത്തിന് സ്വന്തമായി വാഹനം, സ്കൂളിന് ഫർണിച്ചർ, മന്ത്രിയുടെ വികസന ഫണ്ടിൽ നിന്നും കമ്പ്യൂട്ടർ ലാബ്, വിദ്യാലയ ലൈബ്രറി നവീകരണത്തിന് ഫണ്ട് തുടങ്ങി വെൺമണി ALP സ്കൂളിനെ അടിമുടി മാറ്റാൻ തക്ക പുരോഗമനം കൈവരിക്കുന്നതിന് വിവിധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഫണ്ട് നേടിയെടുക്കാൻ പരിശ്രമിച്ചു. 1983 നിർമ്മിച്ച പഴയ കെട്ടിടത്തിൽ നിന്നും 2017 പുതിയ സ്കൂൾ കെട്ടിടം, 2022 പുതിയ പാചകപ്പുര തുടങ്ങിയ കാര്യങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചത് മഹാഭാഗ്യമായി അദ്ദേഹം കരുതുന്നു. അധ്യാപനം ഒരു സബരിയായി കണ്ട് അക്കാദമിക രംഗത്ത് മിഴിവാർന്ന അനേകം ശിഷ്യസമ്പത്തിന്റെ ഉടമയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വെൺമണി എന്ന കൊച്ചു ഗ്രാമത്തിൽ ശിരസുയർത്തി നിൽക്കുന്ന സ്കൂളിനെ ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ കഠിന പരിശ്രമം ചെയ്ത് പടിയിറങ്ങുന്ന ശ്രീ പ്രേമചന്ദ്രൻ മാസ്റ്റർ, ഭാര്യ റീന ടീച്ചർ, മക്കൾ അക്ഷയ്, അഭിജയ് എന്നിവരോടൊപ്പം സന്തോഷപ്രദമായി മുന്നേറണമെന്നും അക്ഷീണം നാടിനായി പ്രയത്നിക്കണമെന്നും സ്വപ്നം കണ്ടുകൊണ്ട് 2026 മെയ് 31 അധ്യാപന ജീവിതത്തോട് വേദനയോടെ തന്നെയാണ് യാത്ര പറയുന്നത്. ധന്യമായ 34 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം 2026 മെയ് 31 സർവീസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഞാൻ തികച്ചും സംതൃപ്തി നിറഞ്ഞവനായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. മിടുക്കരായ അനേകം ശിഷ്യഗണങ്ങളെ കൈപിടിച്ചുയർത്താനും അവരെ ജീവിത വിജയത്തിലേക്ക് നയിക്കാനും ഞാൻ എൻ്റെ കഴിവുകൾ പരമാവധി ഉപയോഗിച്ചു എന്നെനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. ഞാനതിൽ ചാരിതാർത്ഥ്യനാണ് താനും. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടുപൂക്കളെ ഞാൻ സ്നേഹിച്ചു. കാലഭേദങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് പഴയയുടെ സ്ഥാനത്ത് പുതിയവ വന്നപ്പോൾ എവിടേക്കോ മൂല്യച്യുതികൾ വന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വിവിധ മേഖലകളിൽ ജോലി നേടി ജീവിത വിജയം കൈവരിച്ച എൻ്റെ മുഴുവൻ ശിഷ്യഗണങ്ങളോടും അതോടൊപ്പം എൻ്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ ചാലക ശക്തിയായി വർത്തിച്ച എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ മറ്റ് സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, വിദ്യാഭ്യാസ വകുപ്പ്, സഹപാഠികൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ, നാട്ടുകാർ, എല്ലാവരോടുമുള്ള എൻ്റെ കൃതജ്ഞത ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമുന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിന്റെ മുഖമേ വെങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ വിണ്ണിനാമോ രാവിൽ പുലരാനാ പൂവിനാമോ എന്നും വിടരാനാ എഴുതാപ്പുറങ്ങളിൽ പഴിവാക്കൊരായിരം ഓരോ ക്ലാസ് മുറിയും ഓരോ മരത്തണലും എത്രയോ ഓർമ്മകൾ സമ്മാനിക്കുന്നു. എത്രയോ തലമുറകളെ ഇവിടെ ഞാൻ കണ്ടു. ഇന്നിവയെല്ലാം ഓർക്കുമ്പോൾ ഹൃദയം നിറയുന്നു. നാളെ ഞാൻ ഇവിടെ നിന്നും പിരിഞ്ഞു പോകും. പക്ഷേ ഈ സ്കൂളും ഈ കുട്ടികളും സഹപ്രവർത്തകരും എൻ്റെ ഹൃദയത്തിൽ എന്നും ജീവനുള്ള ഓർമ്മകളായി തന്നെ ഉണ്ടാകും. എനിക്ക് ഈ സ്കൂളിനോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിക്കില്ല. ജീവിതത്തിൻ്റെ പുതിയ ഒരു വഴിത്തിരിവ്. അങ്ങനെ ഒരധ്യായം പൂർത്തിയായി. ചാരിതാർത്ഥ്യത്തോടെ പടിയിറക്കാം. ഇനി എന്ത്? ഒന്നൂടെ തുടങ്ങാമിനി പിന്നെത്തിപ്പിടിക്കാമിനി ചുളിവുകളേറെ ഭംഗി പകരും അനുഭവഗാഥ ചായമെഴുതും ഉലയാത്ത തേജസിന്റെ മുഖമേ ഈ മണ്ണിൻ നിധിയാണു നീ.